എന്റെ മനസ്സുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നാരായണ മന്ത്രം ചൊല്ലാന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഞാൻ അത് നാരായണ ചൊല്ലിക്കൊണ്ടേയിരുന്നപ്പോ അവരത് തീ കൊളുത്തി. അത് കത്തി തുടങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു സംഭവം വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്തു. ആ അഗ്നി ഇങ്ങനെ പൊന്തി നല്ല ഉയരത്തിലല്ലേ പൊങ്ങുന്നത്, ഭയങ്കര ശക്തിയിൽ ഈ തീ ഇങ്ങനെ ആളി കത്തുമ്പോ കുറെ പേരൊക്കെ അങ്ങ് അകന്നു പോയി. പക്ഷെ ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. ആ സമയത്ത് ഇതിങ്ങനെ നമ്മളെ മേത്തേക്ക് ഇങ്ങനെ ആ ചൂട് വരുമല്ലോ, ആ സമയത്ത് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് വെച്ചാല് ഈ തീയില് നമ്മൾ ലയിക്കാന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചൂടോ നമുക്ക് ബുദ്ധിമുട്ടോ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ല മഞ്ഞത്തുള്ള ഒരു കുളിരില്ലേ, നമുക്ക് സഹിക്കാൻ പറ്റാത്തതല്ലാതെ നമുക്കൊരു സുഖമുള്ള സന്തോഷമുള്ള ഒരു തണുപ്പില്ലേ, വല്ലാത്തൊരു രീതിയിലേക്ക് നമ്മൾ തണുപ്പിലേക്ക് ഇങ്ങനെ ചേർന്ന് 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 അലിഞ്ഞു പോകുന്നത് പോലത്തെ ഒരു ഫീല് എനിക്ക് ഫീൽ ചെയ്യാണ് കേട്ടോ. എന്നുവെച്ചാൽ അമ്മമ്മയ്ക്ക് പൊള്ളുവാണ് എന്നുള്ള ഒരു രീതിയിലല്ല എനിക്കത് തോന്നിയത്. ഈ തീ ഇങ്ങനെ ആളി കത്തുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഇത് എന്തോ ഒരു വല്ലാത്തൊരു സ്വർഗീയമായ ഒരു സുഖമില്ലേ, അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ പറയുന്നൊന്നും കള്ളമല്ല, കാരണം മരിച്ചു പോയ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞാനിത് പറയുന്നത്. ഇതിൽ ഞാൻ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. പക്ഷെ ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഞാൻ ഇതിൽ എന്ത് മായം ചേർത്ത് കഴിഞ്ഞാലും അത് എന്നെ എങ്ങനെ ബാധിക്കുന്നു എനിക്ക് നല്ല ബോധമുണ്ട്. അത് ഉള്ളി വെച്ചോണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോ അമ്മമ്മ ഇതിങ്ങനെ തീ ഇങ്ങനെ ആളി കത്തിയതിന് ശേഷം ആ ഒരു കത്തി ഒരുവിധമായെന്ന് തോന്നിയപ്പം ഞാൻ പിന്നീട് തിരിച്ചു നടന്നു. പിന്നെ അവിടെ നിൽക്കാൻ സമ്മതിക്കൂലല്ലോ. അപ്പൊ ഞാൻ തിരിച്ച് ഇങ്ങനെ നടന്ന് വന്ന് പിന്നെ ആ ഒരു ഇതങ്ങ് പോയി, എന്റെ കൺട്രോൾ പോയി. അപ്പൊ ഞാൻ വീടിന്റെ സ്റ്റെപ്പ് കയറിയപ്പോ എനിക്ക് സ്റ്റെപ്പ് കയറാൻ, അകത്തേക്ക് കൊലായിലേക്ക് സ്റ്റെപ്പ് കയറാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ കാലിന് എന്തോ ഒരു കനം വന്നിട്ട് ഇങ്ങനെ കുഴഞ്ഞു വീണോ എന്ന പോലെ തോന്നുന്നു. പിന്നെ എനിക്കിങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ പൊക്കാൻ പറ്റുന്നില്ല. എന്റെ ശരീരം എനിക്ക് മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് ഇങ്ങനെ പൊങ്ങുന്നില്ല. ഞാനിങ്ങനെ താഴോട്ട് തന്നെ പോകുന്ന പോലെ. അപ്പൊ ഞാൻ അവിടെ തന്നെ ഇരുന്ന് ഞാൻ തിരിച്ച് സ്റ്റെപ്പിൽ ഞാൻ മുറ്റത്തേക്ക് ഫേസ് ചെയ്ത് ഒരു ഇരുത്തായിരുന്നു. പിന്നെ ഞാന് നല്ല ഒച്ചത്തില് അമ്മമ്മേനെ ഞാൻ കുഞ്ഞോളെ എന്നൊക്കെ വിളിക്കും കേട്ടോ. ഞാൻ നല്ല ഒച്ചത്തിൽ ഒരൊറ്റ തവണ, നല്ല സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ തവണ ഞാൻ കുഞ്ഞോളേന്ന് എന്റെ മനസ്സിൽ അത്രയും നേരം എന്താണോ ഞാൻ അമർത്തി പിടിച്ചത് അത് മുഴുവനും വായുവിലേക്ക് പോകുന്ന രീതിയിൽ ഞാൻ നല്ല ശക്തിയിൽ കുഞ്ഞോളെ ശാന്തേന്ന് ഒരൊറ്റ വിളി ഞാൻ വിളിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ വിളിക്കാനിട്ട് എന്നെ സമ്മതിച്ചില്ല. കാരണം എനിക്ക് എന്റെ കല്യാണത്തിന്റെ ആ സമയത്ത് വായി ലോക്കായി പോയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അപ്പോഴേക്ക് എന്റെ അമ്മയും ഏട്ടന്റെ പെങ്ങളൊക്കെ കൂടെ ഓടി വന്നിട്ട് എന്റെ വായ ഇങ്ങനെ അമർത്തി പിടിച്ചു കളഞ്ഞു. കാരണം ഒരു പരിധി കവിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ലോക്കാവും. എന്താ TMJ ഡിസ്ലൊക്കേഷനോ അങ്ങനെ എന്തോ ഒരു സംഭവമല്ലേ, അത് പറ്റുന്നു പേടിച്ചിട്ട് ഇവരത് സമ്മതിച്ചില്ല. പിന്നീട് ഞാൻ അകത്ത് പോയി നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്ത് മേലെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ തളർന്നു വീണു കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് എന്റെ കാറ്റ് പോയി. എന്റെ അത്ര പിന്നെ അമ്മമ്മ പറയുകയും ചെയ്തല്ലോ, അത് മനസ്സിലുണ്ടാവും ചിലപ്പോ. എല്ലാം കഴിഞ്ഞിട്ട് നീ കരഞ്ഞോന്ന് എന്നോട് പറഞ്ഞല്ലോ, അതെന്റെ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കും. അവിടെ എത്തിയപ്പം എനിക്ക് എന്തോ പെട്ടെന്ന് ഞാൻ ഓർമ്മയില്ലാണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ അശ്വിനി ഹോസ്പിറ്റലിലാണ്. എനിക്ക് നല്ല പനിയും കഫക്കെട്ടും ഭയങ്കരമായിട്ട് ഞാൻ ടയർഡായി പോയി. പിന്നെ എനിക്ക് തീരെ വയ്യാന്നുള്ളൊരു അവസ്ഥ എത്തി. അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അമ്മമ്മേനെ സ്ഥിരമായിട്ട് കാണിക്കുന്ന അടുത്തുള്ള ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അങ്ങനെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. അമ്മമ്മേനെ ഞാൻ ആ ഒരൊറ്റ കീമോ മാത്രമേ ചെയ്യാൻ സമ്മതിച്ചുള്ളൂ. പിന്നെ ഞാൻ കീമോ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ. അമ്മമ്മ എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ പോയിക്കോട്ടെ എന്നുള്ളൊരു ആ ഒരു തീരുമാനത്തിലെത്തി. പിന്നെ ഡോക്ടറോട് സംസാരിച്ച് കീമോ ചെയ്തിട്ടില്ല, അത് പറയാൻ വിട്ടുപോയിട്ടോ. അപ്പൊ ഞാൻ പിന്നെ അമ്മമ്മയ്ക്ക് എപ്പോഴും ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അശ്വിനി ഹോസ്പിറ്റൽ. അവിടെ പോയി അവിടേക്ക് കൊണ്ടുവന്ന് അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. ഞാന് പിന്നെ ഓട്ടോയിൽ കയറ്റിയിട്ടാണ് എന്നെ കൊണ്ടുപോയത്. എന്റെ കൂടെ ആരൊക്കെയോ മാമിമാരോ വന്നുണ്ട്. ഞാൻ ഓട്ടോയിൽ കയറി പോകുന്ന സമയത്ത് പോയിക്കൊണ്ടിരിക്കുക അമ്മമ്മ എപ്പോഴും മീൻ വാങ്ങാനും പച്ചക്കറി വാങ്ങാനും നിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. ഞാൻ എന്റെ മൂടാടിന്ന് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എത്തി നോക്കും. അവിടെ എന്ത് തിരക്കാണേലും ബസ്സിൽ അവിടെ എത്തുമ്പോൾ ഞാൻ എത്തി നോക്കും. അമ്മമ്മേനെ ഒരു നോട്ടം ചിലപ്പോൾ കാണും. ചിലപ്പോൾ എനിക്ക് ആ ചാൻസ് കിട്ടാറുണ്ട്. അമ്മമ്മ സാധനം വാങ്ങാൻ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് കാണാലോ. പലപ്പോഴായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ഷോപ്പ് ഭയങ്കര ഒരു ഇതാ. മനോഹരേട്ടന്റെ പച്ചക്കറി പീടിയാന്നാ ഞങ്ങൾ പറയാം. അപ്പൊ അവിടെ എത്തിയ സമയത്ത് ഞാൻ ഓട്ടോയിൽ ഇങ്ങനെ നിന്ന് അതുവരെ പുറത്ത് നോക്കാതെ ഞാൻ വെറുതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോ അവിടെ വലിയൊരു ഫ്ലെക്സ് വെച്ചിക്ക് ആദരാഞ്ജലികൾ ശാന്ത ചെട്ടിയാങ്കണ്ടി. അയ്യോ, എനിക്ക് അത് കണ്ടപ്പോഴാണ്, അതുവരെ ഞാൻ ഏതോ ഒരു ലോകത്താ. അത് കണ്ടപ്പോ എന്റെ കൺട്രോൾ പോയി. ഞാൻ വിചാരിക്കാം ഈ ഇപ്പോഴാണ് അമ്മമ്മ പോയതിന്റെ ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഇതിപ്പോ മാറ്റണം, ഈ ഫ്ലക്സ് ഇപ്പൊ മാറ്റണം. അതിനുശേഷം ഞാൻ സത്യം പറയാം, ഒരാളതും ഞാൻ ഫ്ലക്സ് വെക്കുന്നതിനോട് യോജിപ്പില്ല. ഞാൻ ഒരാളെയും മരിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് വെക്കാറില്ല കേട്ടോ. ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്റ്റാറ്റസ് വെച്ചോണ്ട് എന്തുണ്ടാവാനാ. ഞാൻ സ്റ്റാറ്റസ് അതിന്റെ മുന്നേ വെക്കലില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയും മരിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലക്സ് വെക്കരുത്. കാരണം അത് അവരുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അത് നമ്മള് നാട്ടുകാര് അവരോടുള്ള ഒരു സ്നേഹവും ആ ഒരു സപ്പോർട്ടും ആണ് കാണിക്കുന്നതായിരിക്കാം.
പക്ഷെ ആ ഫോട്ടോ വെച്ചിട്ട് ഇവരെ ഇത് ഫ്ലെക്സ് ആ നാട്ടിൽ അങ്ങനെ കാണുന്ന സമയത്ത് അവരായിട്ട് കൂടുതൽ അത് അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യം കേട്ടോ. അതിന് തൊട്ട് മുന്നേ വരെ എനിക്ക് അത് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാ പറഞ്ഞത്. അപ്പോ അത് ചെയ്യരുത് കേട്ടോ, അങ്ങനെ ചെയ്യരുത്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു ഫ്ലെക്സ് ഒഴിവാക്കണം എന്ന്. അപ്പൊ തന്നെ വെച്ചെടുത്ത് നോക്ക എല്ലാരും മാമ്മമാരൊക്കെ പോയി പറഞ്ഞിട്ട് എല്ലാ ഫ്ലെക്സും എടുത്തു മാറ്റി. കാരണം അങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റൂല. അവര് നടന്നു പോയ വഴികളിൽ പെട്ടെന്ന് ഒരു ദിവസം ഇവരെ ഫോട്ടോ ആയിട്ട് ഇങ്ങനെ കാണാം, അതിനൊക്കെ നമുക്കൊരു സമയം വേണം മനസ്സിന്. അതേപോലെ ഗ്രൂപ്പുകളില് ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യൂലേ, ആദരാഞ്ജലി, നമ്മളെ ഫോട്ടോ വെക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് റോസാപ്പൂവും എന്നിട്ട് ആദരാഞ്ജലികൾ എന്നുള്ളൊരു ഇതും, അത് ചെയ്യരുതെന്ന് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുള്ളൂ. കാരണം എന്റെ മാമൻ ഗൾഫിൽ ഇരിക്കുന്ന സമയത്ത് അമ്മമ്മയ്ക്ക് സുഖമുണ്ട്, റൂമിലേക്ക് മാറ്റാണെന്ന് വിചാരിച്ച നാട്ടിലേക്ക് വരാതിരിക്കുന്നത്. പെട്ടിയെല്ലാം പാക്ക് ചെയ്തിരിക്കുമ്പോൾ വെറുതെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നതാണ്. അപ്പൊ അതായത് വേറെ എന്തോ നാട്ടിലെ ഒരു ഗ്രൂപ്പാ, അത് നമ്മളെ വിളിച്ച് പറയോ അല്ലെങ്കിൽ എന്നിട്ടാണ് അത് കാണുന്ന വെച്ചാൽ പ്രശ്നമില്ല. ഗ്രൂപ്പിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ പെറ്റമ്മേന്റെ ഫോട്ടോ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് കാണുന്ന വേദന അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ ഈ വീഡിയോ കാണുന്നവരോട് റിക്വസ്റ്റ് ചെയ്യാണ്, ആരും അത് ചെയ്യരുത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നമുക്കിങ്ങനെ എഴുതി ടൈപ്പ് ചെയ്തിടാം, കുഴപ്പമില്ല. പക്ഷെ ഒരു ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ ചെയ്യരുത്, ദയവ് ചെയ്ത് ചെയ്യരുത്. അത് അവരുമായിട്ട് ആത്മബന്ധമുള്ള ആൾക്കാർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. സത്യമായിട്ടും നിങ്ങളെ സ്നേഹവും സപ്പോർട്ടും നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കാണിച്ചോ, അത് ചെയ്യരുത് കേട്ടോ, അത് ചെയ്യരുത് ദയവായിട്ട്. എന്റെ അപേക്ഷയാണ്. ഈ വീഡിയോ കാണുന്ന എന്നോട് സ്നേഹമുള്ളവരെങ്കിലും ഇനി മുതൽ അത് ചെയ്യരുത്. അപ്പോ അത് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പം എനിക്ക് പെട്ടെന്ന് ഈ കണ്ണ് കാണാത്ത പോലെ, ഈ കണ്ണിന് കാഴ്ച പോയ പോലെ മങ്ങിപ്പോയി. എനിക്ക് എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്, ഇവിടെ എന്തോ ഒരു വല്ലാത്ത വേദന. അപ്പോ എന്നെ നോക്കിയ ഡോക്ടർ, അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓട്ടോന്റെ സൗണ്ടില്ലേ, ഓട്ടോറിക്ഷ ഇങ്ങനെ ഡ്രൺ 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 ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആളെ ഇറക്കുന്ന സമയത്തോ അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ, അത് എത്ര മാസങ്ങളായിട്ട് നമ്മൾക്ക് സ്ഥിരമായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മമ്മേനെ കൊണ്ടുപോകുമ്പോഴും കൊണ്ടുവരുമ്പോൾ, പ്രത്യേകിച്ച് അശ്വിനി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഓട്ടോ വന്ന് ആ അമ്മമ്മ എണീക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മമ്മേനെ പിടിച്ച് ഓട്ടോയിൽ കയറ്റുന്ന അല്ലെ കാറിൽ. ഈ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നം വന്ന് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് തല ഇറങ്ങി. അപ്പൊ അവിടുന്ന് എന്നെ ടെസ്റ്റ് ചെയ്തപ്പം ഡോക്ടർ എന്തോ മാമനെ വിളിച്ചിട്ട് എന്തോ സീരിയസ് ആയിട്ട് സംസാരിച്ച്, ഹരിമാമനോടോ ആരോടോ പറഞ്ഞ് ഇങ്ങനെ BP ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്തു പോയി. അപ്പൊ ഞാൻ കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു നീ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടരുത്, കാരണം ഇവിടെ കുഞ്ഞു കുഞ്ഞു വെയിൻ ഒക്കെ ഉള്ളതാണ്, അതൊക്കെ പൊട്ടും, അത് ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്കും തോന്നി ഇവിടെ എന്തോ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ഈ കണ്ണിന്റെ അതേ പവർ അല്ല ഈ കണ്ണിനുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവിടുന്ന് എന്തോ മരുന്ന് കിട്ടിട്ട് ഡ്രിപ്പ് ഇടുന്ന സമയത്ത് ഞാൻ കാണുന്ന എന്താണെന്നറിയോ, ഞാനിങ്ങനെ കിടക്കുമ്പോ എന്റെ അമ്മമ്മ വന്നിട്ട് എന്റെ കട്ടിലിന്റെ അവിടെ ഇരുന്നിട്ട് മോളെന്തിനു കറിയാ അമ്മമ്മല്ലേ, അമ്മമ്മ പറഞ്ഞ മറന്നു, ഇതങ്ങനെ ചോദിക്കുന്ന എന്നോട്. കണ്ണടയ്ക്കുമ്പോഴൊക്കെയും അമ്മമ്മ വന്നിട്ട് നല്ല സ്നേഹത്തോടെ ഭവ്യതയോടെ വന്നിട്ട് എന്നോട് സംസാരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു കുറെ കാലത്തേക്ക് എനിക്ക് ഈ BP അത്രയും കാലം ലോ BP കഴിയാ. ഞാൻ എപ്പോഴും എവിടെ പോയാലും BP പറഞ്ഞിട്ടാ ഞാൻ തലകറങ്ങി വീഴുന്നത്. എനിക്ക് BP ഭയങ്കര ഹൈ ആവാൻ തുടങ്ങി. അപ്പൊ അൽപ്രാസോളം അങ്ങനെയാണെന്ന് തോന്നുട്ടോ, തെറ്റിപ്പോയിന്റെ ക്ഷമിക്കുക, അൽപ്രാസോളം അങ്ങനെ എന്തോ ഒരു ടാബ്ലറ്റ് എനിക്ക് തരാൻ തുടങ്ങി. ഒരു മാസത്തേക്ക് എനിക്ക് ആ ടാബ്ലറ്റ് തന്നിട്ടുണ്ട്. അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആ ഒരു മാസക്കാലം ഞാനിങ്ങനെ കിടന്നിട്ട് ഞാൻ ചിന്തിക്കുകയാണ്, ബലികർമ്മങ്ങളൊക്കെ ചെയ്തു വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ബലികർമ്മങ്ങളൊക്കെ ചെയ്തു. തിരുനാവായ ക്ഷേത്രത്തിൽ പോയിട്ട് അമ്മമ്മയ്ക്ക് ബലിതർപ്പണം ചെയ്ത് അതൊക്കെ ഞാൻ ചെയ്തു. പിന്നെ അവിടുന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അവിടുന്ന് തിരുനാവായ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ യഥാർത്ഥ ചന്ദനല്ലേ അവിടുന്ന് തരാം, അതും ആ ചന്ദനവും ഒരു തുളസി ഇലയും കൂടെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമ്മേനെ അവസാനം ഇടിച്ച ആ ഡ്രസ്സും എന്റെ അമ്മമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ഡ്രസ്സില്ലേ അതൊക്കെ കൂടിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിന്റെ ആ തുണീന്റെ മടക്കിന്റെ ഉള്ളില് ഈ ചന്ദനവും ഈ തുളസി ഇലയും കൂടെ വെച്ചിട്ട് അടച്ച് ഞാൻ കെട്ടിവെച്ചു. ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് ഞാനത് പോയി, എന്റെ മാമിയൊക്കെ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഞാനത് എടുത്തിട്ട് തുറന്നു നോക്കിയ സമയത്ത് തുളസിയില, 2019 അമ്മമ്മ പോയത്, 2025 ഞാനത് തുറന്നു നോക്കുന്ന സമയത്ത് തുളസി ഇലക്ക് ഇപ്പോഴും പച്ച കളർ. അതെന്നെ വല്ലാണ്ട് അതിശയിപ്പിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചന്ദനം കൂട്ടത്തിൽ വെച്ചതുകൊണ്ട് തണുപ്പ് കിട്ടിയിട്ടാണോ എനിക്ക് അറിഞ്ഞൂടാ, അതിന് എന്തെങ്കിലും സയൻസ് ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ വേറെ രീതിയിലാട്ടോ അത് ചിന്തിക്കുക. അത് നല്ല, അതിലൊരു സത്യമുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കാനാ എനിക്കിഷ്ടം. അപ്പോ അത് അങ്ങനെ. അപ്പം പിന്നീട് ഞാൻ മനസ്സിലാക്കാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
അമ്മമ്മ 16 കഴിയുന്നതിന് മുന്നേ തന്നെ ഞാൻ അമ്മമ്മേന്റെ റൂം മൊത്തം റീഅറേഞ്ച് ചെയ്തു കേട്ടോ. കാരണം എന്റെ മാമ കല്യാണം കഴിച്ചിട്ടില്ല, ഈ അടുത്ത് കല്യാണം കഴിച്ചു കേട്ടോ. ആ സമയത്ത് കല്യാണം കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ അമ്മമ്മേന്റെ ആ ഒരു ഓർമ്മകളാണ് ഉണ്ടാവുക. അമ്മമ്മ കിടന്ന സ്ഥലം, അമ്മമ്മ ഇരുന്ന സ്ഥലം, അമ്മമ്മേന്റെ ഡ്രസ്സ്, അമ്മമ്മ വെച്ച സിസ്റ്റം, അത് മൊത്തം ആ റൂം മാറ്റിക്കളഞ്ഞു. അതില് കയറുന്ന സമയത്ത് ഇത് അമ്മമ്മേന്റെ റൂമായിരുന്നു എന്ന് തോന്നാത്ത വിധത്തിൽ ഞാൻ ആ റൂം ആ 16 തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ അതൊക്കെ മാറ്റി റീഅറേഞ്ച് ചെയ്തു. പിന്നെന്താണ്, അങ്ങനെയൊക്കെ നല്ല നല്ല രീതിയിലെല്ലാ കാര്യങ്ങളും ചെയ്ത് 41 ദിവസം വരെ ഞാൻ തീരുമാനിച്ച് ഇനി അതൊക്കെ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തലയിൽ ചീർപ്പ് തൊട്ടിട്ടേ ഇല്ല കേട്ടോ. 41 ദിവസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനൊരു ബലം. അത് എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷെ ഞാൻ തലയിൽ ചീർപ്പ് തൊട്ടിട്ടില്ല, മുടി വാരാനോ ഇതാക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല, സോപ്പ് തേച്ച് കുളിച്ചിട്ടില്ല. അങ്ങനെ എനിക്കെന്തോ അത്തരം കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച ആ ഒരു എന്തോ ഒരു വ്രതം എടുത്ത പോലെ ഇരിക്കണം എന്ന് എനിക്ക് തോന്നി. 41 ദിവസം ഞാൻ അങ്ങനെയായിരുന്നത്. അതൊന്നും പക്ഷെ ആരോടും പറഞ്ഞിട്ടൊന്നുമല്ല. എന്നെ കണ്ടവർക്കറിയാം ഞാൻ തലമുടി ചീകിക്കില്ല, അങ്ങനെ തന്നെയാ ഞാൻ നിന്നത്. എനിക്കെന്തോ അങ്ങനെ നിന്നപ്പം മനസ്സിനൊരു എന്തോ ഒരു ആ അങ്ങനെ. അപ്പൊ അതെല്ലാം ചെയ്ത് പിന്നെ ഞാൻ മനസ്സിലാക്കാണ്, നമ്മള് ജീവിച്ചിരിക്കുമ്പോ നമ്മള് എന്തെല്ലാം കാര്യങ്ങള് എത്ര സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ആ ശ്വാസം ഉണ്ടല്ലോ, നമ്മൾ ഈ എടുക്കുന്ന ഈ ഒരു കാറ്റ് ഇല്ലെങ്കിൽ ഈ ഒരു ശ്വാസം, അതെത്ര സിമ്പിളാ, അതിനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളെ പോലെ അറിയാണ്ട് നമ്മൾ അത് എടുക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പോലും അത് എടുക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ എടുപ്പും കൊടുപ്പും ഒരു സെക്കൻഡ് നിൽക്കുമ്പോ അത് നിന്ന് കഴിയുമ്പോ അതോടെ തീർന്നു. നമ്മൾ അത്രയും കാലം ഉണ്ടാക്കിയത് എന്തോ അത് അവിടെ അവസാനിച്ചു. ഒരു വ്യക്തിയുടെ ശ്വാസം നിലയ്ക്കുമ്പോൾ അത് അവിടെ കഴിഞ്ഞു. നമ്മൾ ആ ശ്വാസം നിലയ്ക്കുന്നതോട് കൂടിയിട്ട് അമ്മമ്മയ്ക്ക് കുറെ ചിട്ടകളും രീതികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അമ്മമ്മ കഴിഞ്ഞപ്പോ കഴിഞ്ഞു എന്ന് തന്നെയാ സത്യം. പിന്നെ നമുക്ക് ആ മരിച്ചവർക്ക് അല്ലെങ്കിൽ ആരെ ഭാഗ്യാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭാഗ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുണ്യം അതിൽ ബാക്കിയുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് തുടർന്നുകൊണ്ട് പോകും. ഇപ്പൊ അമ്മമ്മേന്റെ കാര്യത്തിൽ അമ്മമ്മ മരിച്ച ശേഷവും അമ്മേനെ മനസ്സിലേറ്റി മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ജീവിക്കാനാണ്. എന്താ പറയണ്ടേ, എന്താ വാക്ക് എനിക്കറിയില്ല. മറ്റുള്ളവരെ ഹൃദയത്തിൽ ജീവിക്കാന്ന് പറയുന്നതാണ് നമ്മളെ അങ്ങനെ അനശ്വരമാക്കിക്കൊണ്ടിരിക്കുക അല്ലെ. അല്ലെങ്കിൽ നമ്മൾ അവിടെ തീർന്നില്ലേ. അപ്പൊ മരിച്ചു കഴിഞ്ഞ് പല ആൾക്കാരും മരിച്ചതോടുകൂടി മൺമറഞ്ഞു പോയി, മനസ്സ് മറഞ്ഞുപോയി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോ. പക്ഷെ അവരെങ്ങനെ ജീവിച്ചിരിക്കുന്ന ആള് നിരന്തരം മനസ്സിലെ ഒരു ദൈവത്തെ പോലെ അവരെ ആലോചിച്ച് ദുഃഖിച്ചുകൊണ്ടാണെങ്കിൽ അത് ദോഷം ചെയ്യും. പക്ഷെ നമ്മൾ അവരിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. അവര് വെച്ചിട്ടുള്ള കുറെ നല്ല കാര്യങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തു പോവുക. അതിനെ ഒരു തുടർച്ച, ആ തലമുറേന്റെ ഒരു തുടർച്ച നമ്മൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അതൊക്കെയാണ് ശരിക്കും വേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പൊ അമ്മമ്മ പോയതിനു ശേഷം ഞാൻ അമ്മമ്മയാവാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല. പക്ഷെ എനിക്ക് ഞാനായിക്കൊണ്ട് അമ്മമ്മയിലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനി തുടർന്ന് കൊണ്ടുപോകാനും പറ്റുമെങ്കിൽ എന്റെ മക്കൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അവർക്ക് അത് തുടർന്ന് കിട്ടുമായിരിക്കും. അപ്പൊ മക്കളെ പറ്റിയൊന്നും നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ജീവിക്കും. അത് കണ്ടിട്ട് അത് ആർക്കെങ്കിലും ഒരു മാതൃക ആക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അവരത് ചെയ്യട്ടെ. അമ്മമ്മ തന്ന കുറെ നന്മയുണ്ട്, അത് കുറെ ഗുണങ്ങളുണ്ട്. അത് അമ്മമ്മേനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ അതാണ് ചെയ്യേണ്ടത്. അമ്മമ്മ തന്നതും നമുക്ക് എപ്പോഴൊക്കെയോ എന്തൊക്കെയോ രീതിയിൽ നമ്മളെ തലയിൽ കയറിപ്പോയ അമ്മമ്മേന്റെ കുറെ ചിന്തകളുണ്ട് നല്ല, അത് വെച്ച് ജീവിക്കുക. എന്നിട്ട് ആളുകളോട് അങ്ങനെ പെരുമാറുക. അതൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ ഈ സങ്കടം എനിക്ക് എങ്ങനെയാണ് തരണം ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാമജപം തന്നെയാണ് കേട്ടോ. നാമജപം, അതിന്റെ ശക്തി, അതിനെ ആരും പരീക്ഷിക്കാൻ നിൽക്കണമെന്നില്ല. അതിന്റെ ശക്തി അത് നമ്മൾ വിചാരിക്കും അതൊരു വേർഡല്ലേ, അതൊരു വാക്കല്ലേ, അതിങ്ങനെ ചൊല്ലുന്നുണ്ട് എന്ത് കിട്ടാനാന്നൊക്കെ തോന്നുന്നവരുണ്ടാവും. പക്ഷെ അത് ചൊല്ലി നോക്ക് കേട്ടോ. അത് വെറുതെ ചൊല്ലിയാൽ പോലും ഫലം കിട്ടുന്നവര് ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് സമർപ്പിച്ചുകൊണ്ട് ആത്മസമർപ്പണം നടത്തിക്കൊണ്ട് അത് ചൊല്ലുമ്പോ ഭയങ്കര സംഭവമാണത്. അത് അതൊന്നും ഒരക്ഷരങ്ങൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. നാമജപം അത്രയും ശക്തിയുള്ളത് തന്നെയാണ്. ഉറപ്പായിട്ടും അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ പല കാര്യങ്ങളും ഇത്തരം ഘട്ടങ്ങൾ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ അല്ലെ ഓരോരോ കാര്യങ്ങൾ ഞാൻ തരണം ചെയ്തത് നാമജപം കൊണ്ട് തന്നെയാണ്. എന്റെ ഉള്ളിൽ ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ നാമജപം ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്കിത് ഇങ്ങനെയാണെന്ന് ഞാൻ തന്നെ സ്വയം വിശ്വസിക്കുകയാണ്. അതിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഫേസ് ചെയ്യാനും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ അമ്മമ്മേനെ പറ്റി ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു, എനിക്ക് ഒരിക്കലും അമ്മമ്മ പോയപ്പോ ഒരു നഷ്ടം സംഭവിച്ചതായിട്ട് ഇപ്പോഴും എന്റെ മനസ്സിലില്ല കേട്ടോ. ഇപ്പോഴും ഈ നിമിഷവും എന്റെ മനസ്സിൽ അമ്മമ്മ ആ ശരീരം ഉപേക്ഷിച്ചപ്പോ ഒരു നഷ്ടം സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
അമ്മമ്മ പോയത് ഒരിക്കലും ഒരു നഷ്ടം സംഭവിച്ചതായിട്ട്, എന്റെ ജീവിതത്തിൽ ഒരു നഷ്ടമായിട്ട് എനിക്ക് ഇന്ന് നിമിഷം വരെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് എപ്പോഴും തോന്നുന്നത് അമ്മമ്മ ആ ശരീരം ഉപേക്ഷിച്ചപ്പോ എനിക്കൊരു ഇരട്ടി ശക്തി കിട്ടിയത് പോലെയാണ് തോന്നിയത്. എന്റെ ഉള്ളിൽ ഒരു പവർ കൂടിയത് പോലെ എനിക്ക് തോന്നിയത്. അതുവരെ ഞാനൊരു തണലത്ത് ഇങ്ങനെ സേഫ് സോണിൽ ഇങ്ങനെ ഇരുന്നതാണ്. പക്ഷെ അതല്ല, നമ്മുടെ ഉള്ളിലെ ഫുൾ ശക്തിയും ആർജിച്ചെടുത്ത് നമ്മൾ രംഗത്തേക്ക് ഇറങ്ങണം എന്നുള്ളൊരു ബോധം, അങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് അമ്മമ്മേന്റെ ആ ഒരു ഇത് തോന്നി. അമ്മമ്മേന്റെ മരണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അമ്മമ്മ പോയി അങ്ങനത്തെ രീതിയിലല്ല ഞാൻ പിന്നെ എഴുതിയത് പോലും. ദേഹഭാരം വെടിഞ്ഞ് ആത്മസ്വാതന്ത്ര്യത്തോടെ അങ്ങനെയാണ് ഞാൻ അമ്മമ്മേനെ പറ്റി ചിന്തിക്കുന്നത് കേട്ടോ. ഭഗവാനിലേക്ക് പോയൊരു ആത്മാവ്, അതാണ് ഞാൻ അമ്മമ്മേനെ പറ്റി മനസ്സിലാക്കുന്നത്. ആ ദേഹഭാരം അങ്ങോട്ട് വെടിഞ്ഞിട്ട് ഭഗവാനിൽ അലിഞ്ഞു ചേർന്ന് ഇരിക്കുകയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, എന്റെ സ്നേഹം, എനിക്ക് അമ്മമ്മേനോടുള്ള സ്നേഹം സത്യസന്ധമാണെങ്കിൽ, അമ്മമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം സത്യമാണെങ്കിൽ, ഒരിക്കലും അത് നമുക്കൊരാളെ സ്നേഹിക്കാൻ ശരീരം വേണം ഇല്ല എന്നുള്ളൊരു അങ്ങനെ ഒരു ബോധത്തിലേക്ക് ഞാൻ വന്നു കേട്ടോ. അതായത് അമ്മമ്മ ഉള്ളപ്പോ മാത്രം എനിക്ക് എന്റെ 29 വർഷം അമ്മമ്മ എന്ന് പറയുന്ന ആ ഒരു സോളിനെ, ആ ഒരു ആത്മാവിനെയാണ് ഞാൻ എന്താ പറയാ, ആത്മീയമായിട്ട് സ്നേഹിക്കാനാണോ, അല്ല, ആത്മബന്ധം എന്ന് നമ്മൾ എപ്പോഴും പറയും. അപ്പൊ ആ ഒരു ആത്മബന്ധം എന്ന് പറഞ്ഞതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അമ്മമ്മേന്റെ ശരീരം ഉള്ളപ്പോ മാത്രമായിരിക്കില്ലല്ലോ എനിക്ക് അമ്മമ്മേനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും ഇതാക്കാനും. അമ്മമ്മേനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്, എനിക്ക് 29 വർഷം വരെ ഒരു മനുഷ്യ ശരീരത്തിൽ എനിക്ക് എന്റെ അമ്മമ്മേനെ തൊടാനും പിടിക്കാനും പറ്റുന്ന എന്നെ പോലെ തന്നെയുള്ള ഒരാളായിട്ട് എനിക്ക് കിട്ടി. ആ 29 വർഷത്തിന് ശേഷം, എന്റെ 29ാമത്തെ വയസ്സിലാണ് കേട്ടോ അത് സംഭവിച്ചത്. അപ്പൊ 29 വയസ്സിന് ശേഷം എനിക്ക് അമ്മമ്മ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സകലതിലും എന്റെ അമ്മമ്മയാണ്. ഞാനിപ്പോ ഇതാ എന്നെ വന്ന് ഇങ്ങനെ തൊടുന്ന കാറ്റിലുണ്ട്, ചിലപ്പോ പൂക്കളിലുണ്ടാവും, ചിലപ്പം ആ പൂക്കള മണത്തിലുണ്ടാവും. ദൈവം, ഈശ്വര സാന്നിധ്യം എവിടെയുണ്ടോ അതിലൊക്കെ എന്റെ അമ്മമ്മ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അതുകൊണ്ട് ഒരു ദുഃഖം തോന്നുന്നില്ല. അമ്മമ്മ പോയി എന്നുള്ളതിൽ ഞാൻ ഇങ്ങനെ വിലപിച്ചിരിക്കുന്നില്ല. ഒരിക്കലും ഞാൻ അതിന്റെ പേരിൽ വിലപിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യരുത്. കാരണം അമ്മമ്മന്റെ ജീവിതത്തില്, അമ്മമ്മന്റെ ആ ഒരു ആത്മാവിന്റെ എടുത്തു നോക്കുമ്പോ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് അമ്മമ്മ ആ ദേഹഭാരം വെടിഞ്ഞത്. അപ്പൊ ഞാൻ എന്തിനാണ് അതിൽ കരയുന്നത്? അമ്മമ്മയ്ക്ക് ഒരു നല്ല കാര്യം, ആ ആത്മാവിനെ സംബന്ധിച്ച് ഒരു നല്ല ശുഭമായിട്ടുള്ള ഒരു സംഭവം നടന്നപ്പോ ഞാൻ എന്തിനാ കരയുന്നത്? അത് ഭഗവാനിലേക്ക് അലിഞ്ഞു. അതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ, ഇതും ചിലർക്ക് എന്താ പറയാ, അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കാം. എന്നാലും ഞാൻ പറയാം, എനിക്ക് എന്റെ ശീലങ്ങൾ, എന്റെ ചിന്തകൾ, എന്റെ വിശ്വാസം എന്നുള്ള രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ചെയ്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും ശ്രീകൃഷ്ണ ഭഗവാനെ ഈ ഒരു ഒടക്കുഴല് പിടിച്ച് മയിൽപീലി ചൂടി മഞ്ഞ പീതാംബരത്തിൽ മുങ്ങിയ അങ്ങനത്തെ ഒരു കണ്ണനെ ഞാൻ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല. അതെനിക്ക് ആരൊക്കെയോ കാലാകാലങ്ങളായിട്ട് ആരൊക്കെയോ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, ഫോട്ടോ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു രൂപം നമ്മളെ മനസ്സിൽ വന്നത്. അതേപോലെ ശിവഭഗവാൻ എന്ന് പറയുമ്പം കഴുത്തില് പാമ്പും പിന്നെ രുദ്രാക്ഷമാലയും തലയില് ചന്ദ്രക്കലയും ഒക്കെ ചൂടിയിട്ടുള്ള ഒരു ശിവഭഗവാനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോ അതും ഇങ്ങനെ ആരൊക്കെയോ പറഞ്ഞ് കൈമാറി തന്ന ഒരു അറിവല്ലേ. അതുപോലെ എല്ലാ ദൈവങ്ങളും അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ് അങ്ങനെ പകർന്നു തന്ന രീതിയിലല്ലാണ്ട് ദൈവത്തെ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് ജീവിച്ചിരിക്കുമ്പോ എനിക്ക് ഒരിക്കലും അമ്മമ്മേനെ ദൈവമാണെന്നും പറഞ്ഞിട്ട് കൊണ്ടുവെക്കാൻ പറ്റില്ല. പക്ഷെ അമ്മമ്മ ഇപ്പൊ ദൈവത്തിലേക്ക് പോയല്ലോ. അപ്പൊ ഇപ്പൊ എന്റെ മനസ്സിൽ ഞാൻ കണ്ട ദൈവം എന്ന് പറയുന്നത് എന്റെ അമ്മമ്മയാണ്. ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കിയ ഒരു സത്യമാണ് എന്റെ അമ്മമ്മ. അപ്പൊ ആ രൂപം ഉണ്ടല്ലോ, അമ്മമ്മയ്ക്ക് ഉണ്ടായിരുന്ന ആ രൂപം, അത് ഞാനൊരു ദൈവത്തെ പോലെ മനസ്സിൽ വെക്കുന്നത്. എന്നിട്ട് ഞാന് ഗുരുവായൂരപ്പന്റെ ഒരു ഫോട്ടോ, നടുവില് അമ്മമ്മേന്റെ ഒരു ഫോട്ടോ, ഇപ്പുറത്ത് ഭഗവതി അമ്മയുടെ ഒരു ഫോട്ടോ ഒരൊറ്റ ഫ്രെയിം ആക്കിയിട്ടുണ്ട്. അത് കാണുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ ഒരുപാട് തെറ്റും കുറ്റങ്ങളൊക്കെ പറയാനുണ്ടാവും, പലർക്കും ദോഷമാണെന്നുണ്ടാവും. അതിനെപ്പറ്റിയുള്ള കൂടുതൽ അറിവിനൊന്നും ഞാൻ ചെയ്യാൻ പോയിട്ടില്ല. എന്റെ മനസ്സിൽ ഞാൻ വിശ്വസിക്കുന്നത്, ആ ഫോട്ടോ കാണുന്നപ്പോൾ ഒരിക്കലും എന്റെ കൂടെ ജീവിച്ചിരുന്ന അമ്മമ്മേനല്ല കേട്ടോ ഞാൻ ഓർമ്മിക്കുന്നത്, ആ ഒരു വ്യക്തിനെയല്ല ഞാൻ സ്നേഹിക്കുന്നത്. പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പൊ എനിക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും പ്രിയപ്പെട്ട രൂപം അതാണ്. അതിലെനിക്ക് ഭഗവതീനെ കാണാം, എന്റെ ഭഗവാൻ കൃഷ്ണനെയും കാണാം, എല്ലാരെയും കാണാം. കാരണം എന്റെ ജീവിതത്തിൽ വന്ന ദൈവങ്ങളൊക്കെയും ഇങ്ങനെ ഈ ഒരു രൂപത്തിലല്ല പ്രത്യക്ഷപ്പെട്ടത്. പല മനുഷ്യരായിട്ടും മരങ്ങളായിട്ടും കാറ്റായിട്ടും അങ്ങനെ പല രൂപത്തിലാണ് എനിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലായത്. ഒരിക്കലും ഈ പറഞ്ഞ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ രൂപങ്ങളല്ല. അപ്പൊ അതൊക്കെ നമ്മൾ പുരാണ കഥകൾ വായിച്ചിട്ട് കേട്ട ആ ഒരു രീതിയിൽ നമ്മളെ മനസ്സിൽ ഉള്ളൊരു സങ്കല്പത്തിൽ വരുന്ന ഒരു ദൈവിക രൂപമാണല്ലോ. അതിനെ നിന്ദിക്കല്ല കേട്ടോ, അതിൽ വിശ്വസിക്കുന്നുണ്ട് ഞാന്. അതുകൊണ്ടാണല്ലോ മയിൽപീലി എനിക്ക് പ്രിയപ്പെട്ടതായതും മഞ്ചാടിക്കുരു ഞാൻ പെറുക്കി വെക്കുന്നതും ഓടക്കുഴൽ എടുത്തു വെക്കുന്നതും ആ രൂപത്തിൽ ഞാൻ വിശ്വസിക്കുന്നോണ്ട് തന്നെയാ. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ അനുഭവിച്ച ഒരു രൂപം കിട്ടിയപ്പോ ഞാൻ അതും ദൈവമായിട്ട് കാണുന്നു എന്നുള്ളതാ.
അപ്പൊ എന്റെ അമ്മമ്മ ഒരിക്കലും എന്നെ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും കരയില്ല. കാരണം ഇപ്പോഴും ഞാൻ അമ്മമ്മേനെ എങ്ങനെ അനന്തമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് ആ മനുഷ്യരൂപം അതിലേക്ക് തിരിച്ചു പോകരുത്. അപ്പോഴാണ് അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരിക. ആ ജീവിച്ചിരിക്കുന്ന പോലെ തന്നെ എനിക്ക് അമ്മമ്മേനെ കിട്ടണം, അമ്മമ്മേനെ തൊടാൻ പറ്റണം, മണക്കാൻ പറ്റണം, ഉമ്മ കൊടുക്കാൻ പറ്റണം എന്ന് നമ്മൾ ചിന്തിക്കരുത്. അതൊരു ചാപ്റ്റർ അവിടെ അവസാനിച്ചു. ഇനിയുള്ളത് അമ്മമ്മ തന്നെയാണ്. അമ്മമ്മേനോട് സ്നേഹം ഉണ്ടെങ്കിൽ അമ്മമ്മ ഏത് അവസ്ഥയിലായാലും എനിക്ക് സ്നേഹിക്കാൻ പറ്റണ്ടേ? എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഈ രീതിയിൽ തന്നെ വേണമെന്ന് ഞാൻ വാശി പിടിക്കാൻ പാടുണ്ടോ? അതില്ലാലോ. അപ്പൊ അമ്മമ്മ ഇപ്പൊ ഏത് രൂപത്തിലിരുന്നാലും ഏത് അവസ്ഥയിലാണെങ്കിലും എനിക്ക് സ്നേഹിക്കാൻ പറ്റും. അത് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയോ രീതിയിൽ എന്നെ വന്ന് പൊതിയുന്നുണ്ട്. ആ സ്നേഹം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ മനസ്സുകൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫീൽ ചെയ്യാൻ പറ്റും. ആ സ്നേഹം ആ ഒരു ആത്മീയമായിട്ടുള്ളൊരു സുഖം ഉണ്ടല്ലോ, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ അനുഭവിക്കുന്ന പല സന്തോഷങ്ങളും പല സുഖങ്ങളും എന്താ പറയാ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന അപ്പൊ കിട്ടുന്ന ആ ഒരു റിലീഫ് ഉണ്ടല്ലോ, അതൊക്കെ അമ്മമ്മയാണ്. അതിലെല്ലാം അമ്മമ്മയാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത്. പിന്നെ എന്താണ്, നമുക്കിപ്പം എന്തെങ്കിലും ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം വന്നു ചേർന്നു, അത് അമ്മമ്മയാണ്. അങ്ങനെയാണ് എല്ലാം ദൈവികമായിട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ. ആ മരിച്ചുപോയി എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, ആ മരിച്ചുപോയ വ്യക്തിയായിട്ട് അവിടെ അവസാനിപ്പിച്ച് പിന്നീട് നമ്മൾ അവരെ ഇതുപോലെ ഒരു ആത്മാവായിട്ട് കണ്ടുകൊണ്ട് ഒരു നമ്മളെ പോലെ തന്നെ ആത്മാക്കളെ, എന്റെ ഒരു അഭിപ്രായമാണ്, ഇല്ല ശരിയൊന്നും എനിക്കറിയില്ല. നമ്മള് ഇത് ആരോ വന്ന് കമന്റ് ചെയ്തിരുന്നു, അറിയാത്ത കാര്യങ്ങൾ പറയാതിരുന്നാ പോരെ. അങ്ങനെയല്ല, അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, അല്ലെ? നമുക്ക് ചിന്തിക്കാലോ. അങ്ങനെ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വായും പൂട്ടി ഇരിക്കുകയല്ല. നമ്മൾ അറിയാത്ത കാര്യങ്ങളാണെങ്കിലും അത് സംസാരിച്ച് ഒരു സംസാരത്തിലേക്ക്, ഒരു ചർച്ചയിലേക്ക് വരുമ്പോഴാണ് അതിന്റെ ശരി തെറ്റുകളൊക്കെ മനസ്സിലാവുക. അങ്ങനെയല്ലേ? അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ്. അപ്പൊ ഞാന് വിശ്വസിക്കുന്നത്, ഇപ്പൊ അമ്മമ്മ എന്ന് പറയുന്ന, അല്ല, ഒരു ആത്മാവിനെ നമ്മളിങ്ങനെ ആത്മാവുണ്ട് ആത്മാവിനെ പറ്റി പറയുമ്പോഴും ചില ആൾക്കാരെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രേതത്തിന്റെ രൂപം വരിക, ഒരു എന്താ പറയാ, ഒരു ആവി പോലെ, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു എന്തോ ഒരു രൂപം. അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെയല്ല, അതല്ല. ആത്മാവിനെ അങ്ങനെ ചിന്തിക്കണ്ട. നമ്മള് ആത്മാവിനെ ഭക്തിയോടെ ബഹുമാനത്തോടെ സ്നേഹിക്കുക. അപ്പം അതിന് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീല് തിരിച്ചു കിട്ടും. അത് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് തോന്നിയൊരു കാര്യമാണ്. കാരണം എന്റെ അമ്മമ്മ ഇപ്പോ അമ്മമ്മേനെ മരിച്ചവരെ പിന്നാലെ നമ്മൾ പോകരുത്, മരിച്ചവരെ തന്നെ ഇങ്ങനെ ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കൊരിക്കലും അതുകൊണ്ടൊരു ദോഷം വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ. ഇതിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ പറയാ, ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളെയൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അമ്മമ്മ പോയതിനു ശേഷം ഞാൻ ചിന്തിക്കുക, ഒരു സെക്കൻഡിൽ തീരും ജീവിതം മാറി പറയാൻ. ജീവിതം ട്വിസ്റ്റായി പോകും ശരിക്കും. നിമിഷം ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തൊട്ടടുത്ത നിമിഷത്തിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മളെ ജീവിതം എന്തോ വരാനിരിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നത് വിഡിത്തല്ലേ. വരാനുള്ളത് മരണമാണ്. 100% നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റാ, മരണം വരാനുണ്ട്. അത് ഉറപ്പാണ്. നമ്മളൊക്കെ ജീവിക്കുന്നത് മരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നല്ല മരണമായിരിക്കണം. നല്ല രീതിയിൽ മരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല കർമ്മങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ മരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ആരും ഈ ജീവിതം അങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് എന്താ പറയാ, ചിരഞ്ജീവിയായിട്ട് ഇങ്ങനെ തുടർന്ന് ജീവിക്കോ? ഇല്ലല്ലോ. നമ്മളൊക്കെ മരിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അത് ഏത് നിമിഷത്തിൽ എങ്ങനെ സംഭവിക്കുന്നു എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോ ഒരു സെക്കൻഡിലെല്ലാം തീരും. ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കും, ഇപ്പൊ എന്റെ ഭർത്താവ്, എന്റെ മക്കൾ, എന്റെ അമ്മ, അച്ഛൻ, ഇവരൊക്കെ എന്നെ വിട്ടുപോകും. ചിലപ്പോ ഞാൻ ഇവരെയൊക്കെ വിട്ടുപോകും. ഏതെങ്കിലും ഒന്ന് എന്തായാലും സംഭവിക്കും. അത് എന്ന് എപ്പോ അത് മാത്രം നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇവരില്ലെങ്കിലും അല്ലെങ്കിൽ ഞാനില്ലെങ്കിലും അവരും ജീവിച്ചേ പറ്റുള്ളൂ. നമ്മൾ മുന്നോട്ട് പോകണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവരോടുള്ള സ്നേഹത്തിൽ നിഷ്കളങ്കമായിട്ട് സ്നേഹിക്കാം, നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കാം. അത് നമുക്ക് പറ്റണം. അത് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്കൊരു വിഷയമല്ല.